ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങളൊരു വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ്. ജന്മസിദ്ധമായി കിട്ടിയ കഴിവുകൾ മാത്രം ഉപയോഗിച്ച് യാതൊരുവിധ ശാസ്ത്രീയ പഠനങ്ങളുമില്ലാതെ സ്വയം പരിശ്രമത്തിലൂടെയും പരിശീലനത്തിലൂടെയും അനുഭവങ്ങളിലൂടെയും തൻ്റെ സ്വപ്നങ്ങളെ കയ്യെത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരൻ. നമസ്കാരം ജിൽസൺ ചേട്ടാ. നമസ്കാരം. ഞങ്ങൾക്കൊന്ന് സ്വയം പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ജിൽസൺ. ഞാൻ കോട്ടയം ജില്ല ജനശ്ശേരിക്കടുത്ത് നടക്കിപ്പാട് എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഞാൻ വിവാഹിതനാണ്. 2 കുട്ടികളുണ്ട്. പിന്നെ എൻ്റെ കലാജീവിതമാണ് എൻ്റെ ഒരു എന്താ പറയുക, ഒരു ഉപജീവന മാർഗം. അപ്പോൾ അത് കൊച്ചു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞ നാളുകളിലെല്ലാം യാത്ര ചെയ്ത് അങ്ങനെ ചില പ്രമുഖ ചാനലിലൊക്കെ പ്രോഗ്രാം ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരു പല വാദികളും വായിക്കും, പക്ഷേ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊന്നും എനിക്കറിയില്ല. പിന്നെ ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. ഇതിൻ്റെ ഒന്നും ശാസ്ത്രീയ വശങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അതെ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നും മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് ഉയർന്നതിൻ്റെ ആ ഒരു കഥയെക്കുറിച്ചൊന്ന്, ആ ഒരു യാത്രയെക്കുറിച്ചൊന്ന് ഞങ്ങളോട് പറയാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കൊച്ചു പ്രോഗ്രാമൊക്കെ സ്റ്റേജ് പ്രോഗ്രാം ഇങ്ങനെ ചെയ്തു പോകുന്ന വഴിക്ക് എൻ്റെ സുഹൃത്ത് തന്നെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേര് അജോഷ് മാന്താനമെന്ന്. ഒരു എഴുത്തുകാരൻ, നല്ലൊരു എഴുത്തുകാരനാണ്, നാടൻപാട്ട് കലാകാരനാണ്. അപ്പോൾ എങ്ങനെ എന്നെ കണ്ടിച്ച് പറഞ്ഞ് നമുക്കൊരു ചാനലിലേക്ക് ഒരു അവസരം വന്നിട്ടുണ്ട്, അത് ചെയ്യണം, ഇങ്ങനെ ആരും അറിയാതെ ഇങ്ങനെ പോകരുത്, കേവലം ഒരു എന്താ പറയുക ഉപജീവന മാർഗമായി കാണാതെ തന്നെ നമുക്കൊരു നാട്ടിലൊരു ഈ കലാജീവിതത്തിലൊരു വില വേണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു വഴി പുള്ളി അദ്ദേഹം എനിക്ക് ഒരുക്കി തന്ന് 3-4 ചാനലുകളിലൊക്കെ ചെയ്യാൻ എനിക്ക് സാധിച്ചു. പിന്നെ സിനിമയിലും വായിക്കുവാനും അവസരം കിട്ടി. ഒരു സെക്കൻഡോളം അഭിനയിക്കാൻ അവസരം കിട്ടി. ഒരു പാട്ട് സീനാണ്. ഇത് പഠിച്ചിട്ടില്ലല്ലോ, പക്ഷെ അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു ഈ ഒരു ഇത് അഭ്യസിക്കുന്നതിന്റെ ആ ഒരു? അതെ, അതിൻ്റെ തുടക്കം കുഞ്ഞിലെ മുതൽ. അപ്പോൾ എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു കലാകുടുംബമാണ്. അപ്പോൾ അവരും എൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ അവരും ശാസ്ത്രീയമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. അച്ഛനാണ് കൂടുതലും കലാപരമായിട്ട്. അപ്പോൾ അവർ എൻ്റെ അപ്പൂപ്പൻ അച്ഛന്മാരും അവരെല്ലാവരും ഒരു കലാകുടുംബമായിരുന്നു. നാടകവും ബാലയും കൂടാതെ ചെണ്ടമേളവും അങ്ങനെയുള്ളൊരു കലാസംഗമമായിരുന്നു. അപ്പോൾ അന്ന് അപ്പൂപ്പനുള്ള കാലത്ത് ഞാനില്ല, പക്ഷേ അച്ഛൻ്റെ കാലത്തുണ്ട്. അപ്പോൾ അത് അവർ ഈ കൊട്ടുന്നത് പാടുന്നതെല്ലാം ഞാൻ ഇങ്ങനെ കേട്ടിരിക്കും. പിന്നെ എന്താ പറയുക, ഉപകരണങ്ങളിൽ തന്നെ അവർക്ക് ചെണ്ടയിലൊക്കെ. അപ്പം എനിക്ക് പിന്നെ അത് സ്വന്തമായിട്ട് മേടിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് ഞാനത് കല്ലേലും കൊട്ടി. പിന്നെ ഈ ട്രിപ്പിൾ എന്ന് പറഞ്ഞ ഒരു വാദ്യം, അത് എൻ്റെ പേര് കോങ്കോട്രം. അങ്ങനെ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. 3 കുറ്റി. അപ്പോൾ അത് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അത് പഠിക്കണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ അവസ്ഥ അപ്പുറത്തെ സാഹചര്യം കാരണം പറ്റിയില്ല. അപ്പോൾ ഞാനത് 3 വാഴപ്പിണ്ടി വെട്ടിയിട്ട് അതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ ക്രോസ് കമ്പടിച്ച് കിണ്ണം കമിഴ്ത്തി വെച്ച് അതിങ്ങനെ വായിച്ച് പഠിച്ച് അങ്ങനെ വായിച്ച് പഠിച്ച്. പിന്നെ തബല എന്ന് പറഞ്ഞാൽ എന്താ പറയുക, 2 ചെരുവം തിരിച്ച് വെച്ച് ഇങ്ങനെ തബല വായിക്കാൻ പഠിച്ച്. ഡ്രംസ് എന്ന് പറഞ്ഞ ആദ്യം അത് കുറേ പാത്രങ്ങളൊക്കെ നിരത്തി വെച്ച് അതിങ്ങനെ കൊട്ടി പഠിച്ച് ഡ്രംസും വായിച്ച്. അങ്ങനെ പിന്നെ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാനിങ്ങനെ ഡെസ്കൊക്കെ കൊട്ടും. കൂട്ടുകാർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അവരെല്ലാം ചെവിയെല്ലാം വെച്ച് ഇങ്ങനെ കേൾക്കും, അതൊന്ന് കൊട്ടാവും ചെയ്യിക്കും. അപ്പോൾ അവർക്ക് ഭയങ്കര ആഗ്രഹമാണ്. ആദ്യത്തെ സമയത്തൊക്കെ ടീച്ചർ വർക്ക് പറയും. പിന്നെ ടീച്ചറിന് ഭയങ്കര സന്തോഷമായി. അവനിലൊരു കലാവാസന ഉണ്ടല്ലോ. അങ്ങനെ എൻ്റെ ടീച്ചറിനെ അവർക്ക് മറക്കാൻ പറ്റത്തില്ല. സുഷമ എന്ന് പറയും, ഒരു മ്യൂസിക് ടീച്ചറായിരുന്നു. കഴിവുണ്ടെത്തി. അങ്ങനെ അങ്ങനെ തന്നെ ടീച്ചർ എനിക്കിപ്പോഴും ഓർക്കുന്നത്, ഇപ്പോഴും കണ്ട എന്നെ ഭയങ്കര കാര്യമാണ്. അപ്പോൾ അങ്ങനെ എന്നെ മത്സരവേദികളിലൊക്കെ, സ്കൂൾ മത്സരവേദികളിലൊക്കെ എന്നെ പങ്കെടുപ്പിച്ച്. ആണ് അത് വാടകയ്ക്കെടുക്കും. വാടകയ്ക്കെടുത്ത് ഈ കോങ്കോട്രമ്മ, പിന്നെ തബല, അങ്ങനെയൊക്കെ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത് മത്സരത്തിൽ സമ്മാനങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് മേടിച്ചിട്ടുണ്ട്. സ്കൂളിന് വേണ്ടി മേടിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക്. അങ്ങനെയാണ് എൻ്റെ കലാജീവിതം അങ്ങനെ ആരംഭിക്കുന്നത്. ഇപ്പം പിന്നെ വലിയ കുഴപ്പമില്ലാതെ സ്റ്റേജ് പ്രോഗ്രാം, അതായത് നാടൻ പാട്ടുകളെ ഗാനമേളയ്ക്ക് പോകുന്നുണ്ട്. പിന്നെ ചെണ്ടമേളമായിട്ട് പാട്ടുകളുണ്ട്. ചെറിയ രീതി പാടും. നാടൻ പാട്ടുകളാണ്. സിനിമ പാട്ടൊക്കെ ചെറിയ രീതി പാടും. കൂടുതലും എനിക്ക് ഒന്നും പഠിച്ചിട്ടില്ല. കൂടുതൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് വാദ്യങ്ങളോടായിരുന്നു.